ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് എന്ന് പറയാനേ അപ്പോൾ നമ്മള് നമ്മുടെ കിച്ചണിൽ വർക്ക് ഏരിയയിലാണ് ഉള്ളത്. എന്താ നമ്മുടെ ഇന്നത്തെ വർക്ക് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാനാ വരണ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. ഇന്നത്തെ സ്പെഷ്യല് ഒരു പച്ചു വന്നിട്ട് ഞങ്ങൾ ഇതുവരെയും മന്തി വീട്ടിലുണ്ടാക്കിയിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ നമ്മള്. ബാക്കി ഒട്ടുമിക്കതൊക്കെ ഉണ്ടാക്കി നോക്കും. ഞങ്ങൾക്ക് രാത്രി വേഗം വിശക്കും, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയി തിന്നു. അതെ, പിന്നെ മന്തി ഉണ്ടാക്കുന്നത് അല്ലാതെ വാങ്ങിച്ചു തോന്നണ് അല്ലേ? അതെ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് പിച്ചിരി ചിക്കൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കി നോക്കാനും കരുതി. അപ്പൊ നമ്മള് ഇതേ ഓരോ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണം, അതൊക്കെ കാണിച്ചത്. അപ്പൊ ഞങ്ങളന്ന് പറഞ്ഞതുപോലെ ഞങ്ങള് വർക്ക് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ കിച്ചൺ ഞങ്ങൾ അവിടെ ഒഴിച്ചിട്ടേക്കാണ്. അപ്പൊ ഇവന് ഇത്തിരി പ്രശ്നവും ഞാൻ പറയില്ല, എല്ലാ സമസ്യ. അപ്പൊ എന്തായാലും ക്യാപ്സിക്കം ഉണ്ട്. നമ്മള് അപ്പുറത്ത് ഉണ്ടാക്കണ റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോ ഉണ്ടായിരുന്നു ഇത്താത്തില്ലേ, സജൻ താത്തയുടെ മന്തി നല്ല രസമാണ്. ഇത്താത്ത ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്താത്ത പറഞ്ഞ ഇത് വെച്ചിട്ടാണ്, റെഫറൻസും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. ആദ്യം നമ്മൾ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കം കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഗ്രീൻ ഇടുന്നു. ഗ്രീനാണ് ഇടാൻ പറഞ്ഞത്. ഇത്താത്ത പറയുകയും ചെയ്ത് നമുക്ക് ക്യാപ്സിക്കം ഇടാനായിട്ട്. ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി. ഓക്കെ, ഇതിൽ ക്യാപ്സിക്കം ബാക്കിയൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാം. ക്യാപ്സിക്കം ഇട്ടിട്ട് 2 മാഗി ക്യൂബ് നമ്മൾ തുറന്നിട്ടുണ്ടായില്ലേ, 2 മാഗി ക്യൂബ് ഇടുന്നുണ്ട്. മാഗി ക്യൂബ് ഇടുമ്പോ എപ്പോഴും നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. കാരണം ഓൾറെഡി മാഗി ക്യൂബിന് ഇത്തിരി ഉപ്പ് കൂടുതലാണ്. അതും കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇട്ടാൽ മതി. മാഗി ക്യൂബ് കയ്യാണുള്ളു, ജീരകം കാണില്ല. ഓക്കെ, ജീരകം, ക്യാപ്സിക്കം, മാഗി ക്യൂബ്, ജീരകം. പിന്നെ ഇതിൽ നമ്മൾ മറ്റേ മന്തി മസാല, പിന്നെ എന്താണ് ഇവിടെ ഉണ്ടാവില്ല, മന്തി മസാല. ഇത് ഇത്താത്ത സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. അത് ആവശ്യത്തിന് ഇടണം തോന്നണം. ഇതാണെന്ന് തോന്നുന്നു ഫ്ലേവർ അല്ലേ? നമുക്കൊന്ന് ബാക്കൊന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കിയേക്കാം. നമ്മളിത് ഇതുവരെ 1 ടേബിൾ സ്പൂൺ ബേക്കേഴ്സ് മന്തി മസാല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മതിയാവല്ലോ? മതിയാവും. ഇത്തിരി കൂടി വേണമെങ്കിൽ ഇടാം, ഫ്ലേവർ കൊണ്ട് തുളുമ്പട്ടെ. ഉപ്പിടാൻ മറക്കരുതിട്ടാ. ഇനി ഇതില് മല്ലിച്ചപ്പും പുതിന ഇടണമെന്ന് പറഞ്ഞാൽ, 2 ഇടണമെന്ന് പറഞ്ഞാൽ അത് 2 കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കും. അങ്ങനെയല്ലേ? ഓയിൽ ഒഴിക്കണം. ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈ മല്ലിയില, ഉപ്പൊരിത്തിരി ഇടണുള്ളൂ. നമ്മൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇട്ടാൽ മതി. പിന്നെ ഇത് സൺഫ്ലവറിൻ്റെ ഓയിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തേക്കാല്ലേ? മതിയാ? ഇതിന്റെ ഒരു അൺഹെൽത്തി പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും സൺഫ്ലവർ ഓയിലാണ്. അതെ, ബട്ടർ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ്, നല്ല ഇത്തിരി ഫുഡ് കളർ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഫുഡ് കളർ നമ്മൾ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. അതാണ്ട് ഇല്ലാണ്ടല്ല ഇല്ലാന്നിട്ടല്ല, ശരിക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ച അങ്ങനെ പറയാന്ന്. ഓയിൽ ചേർന്ന് ഒഴിക്കാം, കുറയ്ക്കണ്ട. 2 റോ കുരുമുളക് ഇട്ടാലോ? കുരുമുളക് ഇടാം. സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് മന്തി വയ്ക്കുമ്പോ കുരുമുളക് കാണാറില്ല, അത് റൈസിലാണ് തോന്നുന്നു. നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കും. നേരെ ഫ്ലെയിമിലേക്ക് അടക്കാനാണ് പറഞ്ഞത്. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പ് കറക്റ്റാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് എന്തെല്ലാം കാണിക്കുമോ? ഇപ്പോൾ നമ്മൾ ഇത് കാണിക്ക്. ആദ്യം പറഞ്ഞ മുളക് കാണിക്കാം, പിന്നെ ഇനി എന്നെ കാണിക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ തീയിൽ വെച്ചിട്ട് ഇത് വെക്കും. ആ സമയം കൊണ്ട് നമ്മൾ ചോറുണ്ടാക്കി. ക്യാമറമാൻ ശരിയല്ല ഗൈസിൻ്റെ, എന്നെ കാണിക്കാൻ പറയുമ്പോൾ ഇതായി പോയി. ചിക്കനെ കാണിക്കാൻ പറയുമ്പോൾ എന്നെ കാണിക്കണം.
അപ്പൊ ഇതിന് തീയില് വെക്കാൻ പോണ അത്രേ ഉള്ളൂ ഗൈസ്. ഇവള് വെറുതെ വലിച്ചിട്ട് നീട്ടി ആകെ ഇടങ്ങിറങ്ങിയ. ശരി, ഓക്കെ ബൈ. ഇവിടെ ആയിക്കൊണ്ടിരിക്കണുണ്ട് ചെറുതായിട്ട്. റൈസ് ഇവിടെ ഇതായിക്കൊണ്ടിരിക്കണ. ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി കൊള്ളും, അടി പിടിക്കും. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം തിളക്കണ്ട്. അരി കഴുകിയിട്ടില്ല. അരിയൊക്കെ കഴുകി വീഡിയോ എടുക്കണ ആൾക്കാണ് ശുഷ്കാന്തിയൊക്കെ വേണ്ടത്. അരി കഴുകിയിട്ടില്ല, സോറി. വെള്ളം തിളച്ച് മറന്നുപോയി. അരി കഴുകിയിട്ട് വരാം. നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ബസ്മതി റൈസാണ് എടുത്തേക്കണം. ബസ്മതി റൈസ് മര്യാദ വേഗമുള്ളൂ എന്നിട്ട് അത് പറഞ്ഞു. ബസ്മതി റൈസ് കഴുകി പിന്നെ വേവുമ്പോൾ ഒരു മുക്കാല് വേവാകുമ്പോൾ ഊറ്റിയിട്ട് നമ്മൾ അപ്പുറത്തെ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് ലാസ്റ്റ് സസ്പെൻസ് ഉണ്ട്. ലാസ്റ്റ് അത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇപ്പം കാണല് നിർത്തിക്കളയൂ. സ്ഥലത്തെ ഉണ്ടാക്കാനായിട്ട് സ്ഥലത്തെ മയണീസും എല്ലാം ഗ്രാൻഡായിട്ടുള്ള മന്തിയാണ് ഇന്നത്തെ നമ്മുടെ. ഇത് സ്ഥലത്തേക്കുള്ള മാത്രമല്ല, സ്ഥലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. സ്ഥലത്ത് ഉണ്ടാക്കണേക്ക് റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോ അല്ലേ. നേരെ സത്യം പറഞ്ഞാൽ ഞങ്ങള് നേരെ ഇതിലേക്ക് അരിഞ്ഞിടാറ് പതിവ്. ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കണ കാരണം ഇതിലേക്കൊക്കെ ഇട്ട്. അതെ, സ്ഥലത്തേക്ക് മന്തിയുടെ വെള്ളവും ചിക്കനൊക്കെ അവിടെ വേണുണ്ട്. സ്ഥലത്തേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതാ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിരുന്നു 3 എടുത്തത്. 3 തക്കാളി, ഒരു പകുതി സവാള, ഇച്ചിരി മല്ലിയില, ഒരു പച്ചമുളക്, ഒരു 2, 3, 4 അല്ലി വെളുത്തുള്ളി. ഇതിൻ്റെ ഉള്ളിലോട്ട് സ്വർക്കല്ലേ ഒരു മൂടിയൊക്കെ ഒഴിക്കാം നമുക്ക്. ഒരു മൂടി മതിയോ? ആ, ഒരു മൂടി. ഇത്തിരി കൂടി വെച്ചോ. സുർക്ക, ഒരു ലേശം ഉപ്പ്, ഒരു ഇത്തിരി ഉപ്പ് ഇച്ചിരി ഇട്ടാൽ മതി, അത്രയും വേണ്ട. ആ, ഓക്കെ. ഉപ്പിട്ട് നമ്മൾ മറ്റേ പയ്യനെ ഇങ്ങനല്ലേ ഇങ്ങനെ ഞാൻ ആക്കി വെക്കണം. അങ്ങനെയല്ല, അത് മയോണൈസ് ആണ് മോളെ. ഇത് വേഗം അടിച്ചെടുത്താല് അടിക്കണം. അപ്പൊ സോറി, എൻ്റെ സ്ഥലത്ത് റെഡി ചെയ്ത് കളറില്ലെന്നുള്ളൂ. ശരിക്കും സ്ഥലത്ത് ഓക്കെ. ഇച്ചിരി ഉപ്പ് കുറവാ. ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തൊക്കെ ഉപ്പും പുളിയും കുറവായിരുന്നു. വിനാഗിരി ഞങ്ങൾ അളന്നൊന്നല്ല ഒഴിക്കണം, അങ്ങോട്ട് ഒഴിക്കും. കുറവാണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിച്ച് തന്നെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ എല്ലാ ഭാഗത്തേക്കും എത്തും നമുക്ക്. ആർഭടം വേണ്ട. ഇതേ സ്ഥലത്തെ ആയിട്ടുണ്ട്. കളറില്ലെന്നുള്ളൂ, കറക്റ്റ് സ്ഥലത്തെ ടേസ്റ്റ് ഉണ്ട്. ഇതേ ടേസ്റ്റ് ചെയ്ത് ഇതേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോണാണ്. 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 മുട്ട, ഒരു മുട്ട, 2 മുട്ട ഇട്ടിട്ടുണ്ട് മയോണൈസിന്. 3 അല്ലി വെളുത്തുള്ളി, പിന്നെ എന്നിട്ട് വേണ്ടത് ലേശം. അത് ഈ അയാനെ കളിയാക്കി ലേശം എന്ന് പറഞ്ഞിപ്പോ ലേശം തന്നെ വരണോളൂ. ആ, പിഞ്ച്. കാരണം ഇതിൽ ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കളയേണ്ടി വരും. അത് വേണം. ഇവിടെ ഇവൾക്ക് ഉപ്പിന്റെ പ്രാന്താണ് അവൾക്ക്. ഇനി ഒരു മൂടി, തേങ്ങയും ഒരു മൂടി മൂടി തന്നെ ആവുമ്പോ പിന്നെ അടുത്ത കയ്യില് കഴുകണ്ടല്ലേ. ഒരിത്തിരി കൂടി ഇട്ടോ. ഓക്കെ. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് മയോണൈസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തിന്നണ്ട താമസമുള്ളൂ മന്തി. ഇത് കനല് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്, അത് കരിയാവട്ടെ. ഇവിടെ ചിക്കൻ ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് ഒരു 80% വെന്തിട്ടുണ്ട്. എന്നാ കത്തും, അത് ഇപ്പുറം വന്നിക്കുന്നത് ഇല്ല, അത് കത്തൂല. അതെ, ഇങ്ങനെ ഊറ്റി നമ്മൾ ഇപ്പുറത്തോട്ട് ഇടും. അതെ അല്ലേ, ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. പോരെ? അതിൽ കാണിക്കാം. ചോറില്ലെന്നാ
ചോറ് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നം. അരി കണക്കില്ലാത്തോണ്ട് കണക്കില്ലാണ്ട് ഞങ്ങൾ ഇട്ടത്. കുഴപ്പമില്ല, കണക്കിന് കിട്ടിക്കോളും. മതി ഇട്ടായിട്ടാണ് നമ്മൾ ഇത്രയും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 2-3 ഗാർണിഷ് പച്ചമുളക് ഒന്ന് തലകുത്തി വെക്കണുണ്ട്. നമ്മൾ മന്തി കഴിക്കുമ്പോൾ പച്ചമുളക് മൊത്തത്തിൽ കിട്ടാറില്ലേ, അതിങ്ങനെ വെക്കണതാണല്ലേ. ഇതെന്തായിന്നാവല്ലോ. അതിന് ശേഷം നമ്മളിത് പുകക്കാനുള്ള പാത്രത്തിൽ താഴ്ത്തി വെക്കണം കേട്ടോ നമ്മൾ, ഇലയിൽ എന്ത് പറ്റും അല്ലെങ്കിൽ പൊന്തി പോന്നാലോ. ആ പ്ലക്കറും കൊണ്ട് എടുക്കാറുന്നില്ലേ? കുഴപ്പമില്ല. ഇങ്ങനെ എടുത്തിട്ട് ഈ ചൂടായിരിക്കണവരെയൊക്കെ എനിക്ക് തീക്കളി പേടിയാണ്, എനിക്ക് തീക്കളിയാണ് ഇഷ്ടം. കൂട്ടിക്കോന്ന് പറഞ്ഞാൽ മൂടി എടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കണം ഇനി. ഓയിൽ ഒഴിക്കുമ്പോ തന്നെ മൂടി ഇതായണം. എങ്ങാട് ഒഴിക്കണം? ഓയിൽ ഇതിലേക്ക് ഒഴിക്കും. ആ തീയിലോട്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഇപ്പൊ വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 hour അതങ്ങനെ ഇരിക്കണം. തീ വളരെ കുറഞ്ഞ് ഇവിടെ കിടക്കണുണ്ട്. 1 hour ഒരു 10-15 മിനിറ്റ് തീയിലും പൂട്ടി തീ ഓഫാക്കി ഇങ്ങനെ ഇരിക്കണം. ഇപ്പം നമ്മൾ മന്തിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആയാൽ മാത്രം മതി. വെയിറ്റ്. നമ്മളൊരു 10 മിനിറ്റിന് ശേഷം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ. കൈ പൊള്ളും. അടിയൊന്ന് പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കോ. പിടിച്ചിട്ടുണ്ടോ? ആണോ? ഓ നല്ല സൂപ്പർ മണമൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോഴും നമ്മൾ ഓഫാക്കിയിട്ടില്ല. അത് തിരിച്ചു വെക്കണ്ടേ? ഇത് നമ്മൾ ഒന്ന് ഇളക്കി അത് തിരിച്ചു വെച്ച് അടക്കാം. ഇനി ഫ്ലെയിം ചെയ്യാം. ഇനി തമ്മിലിരിക്കട്ടെ. അത് വെയിറ്റ് വെക്കണ്ടേ മുകളില്? അങ്ങനെ ചീത്ത പാത്രം എടുക്കാത്തത്. ഇത് ഉമ്മച്ചും കൂടി തിന്നാ ഇത് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്?